ടു അവർ യൂട്യൂബ് ചാനൽ ദി ഹംഗർ ട്രാവലർ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. വളരെ ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ബീഫ് ഫ്രൈ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത ബീഫ് വേവിച്ചെടുക്കുകയാണ് ആദ്യത്തെ പ്രോസസ്സ്. ഞാനിവിടെ പോത്തിറച്ചിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് വേണം ഈ ഇറച്ചി നുറുക്കിയെടുക്കാനായിട്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കല്ലുപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു 6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ബീഫ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് വേവിച്ചെടുത്തിരിക്കുന്നത്. കാരണം ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും അത് വേവിക്കുമ്പോൾ. ഇനി ഈ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അതിൻ്റെ ഇടയിൽ നമുക്ക് മസാല തയ്യാറാക്കാം. 2 വലിയ കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില, 5 വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് ഇടാം. 2 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല. നല്ല പേസ്റ്റ് പോലെ അരയണം എന്നില്ല, ഇതുപോലെ ക്രഷായി വന്നാൽ മാത്രം മതി. ഈ മസാലക്കൂട്ട് വെള്ളം ഏകദേശം വറ്റി വന്ന പോത്തിറച്ചിയിലേക്ക് ചേർക്കാം. ഇതിൽ ബാക്കിയുള്ള വെള്ളം കൂടെ നന്നായിട്ട് ഈ മസാലക്കൂട്ടൊക്കെ മിക്സ് ചെയ്ത് വറ്റിച്ചെടുക്കണം. വെള്ളമെല്ലാം വറ്റി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ചേർക്കാണ്. നിങ്ങൾക്ക് ഒരു കോട്ടിങ് ഇഷ്ടമാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഇത് 1 മിനിറ്റ് നേരം വഴറ്റിയെടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഇരുമ്പ് ചട്ടിയിലോ അല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള ഒരു ചട്ടിയിലോ വെളിച്ചെണ്ണ നന്നായി ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വരട്ടി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇനി കുറേ നേരമായിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത് നമ്മൾ വെളിച്ചെണ്ണയിൽ മുക്കി വറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം ഡീപ്പ് ഫ്രൈ ആയിട്ട് വരും. രണ്ടാമത് നല്ലോണം വേവിച്ച ഇറച്ചിയാണ്. നമ്മൾ നല്ലോണം വേവിക്കാൻ കാരണം ഇത് വറുത്തെടുക്കുമ്പോഴും ഇതിൻ്റെ സോഫ്റ്റ്നെസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കോൺഫ്ലവറും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പുറമേക്ക് ഒരു ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ടുമാണ് നമുക്ക് കിട്ടുക. ഇനി കുറച്ച് ഹാർഡായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് നേരം കൂടുതൽ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി ഹാർഡായിട്ടുള്ള ഇറച്ചി കിട്ടും. ചില ആൾക്കാർക്ക് നമ്മൾ വെടിയിറച്ചി എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഒരു ഹാർഡ്നെസ് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം നേരം വറുത്തെടുത്താൽ മതി. പക്ഷേ പൊടികൾ കരിയാതെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ.